KSRTC സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം സ്വന്തം മണ്ഡലത്തിലെ KSRTC ഡിപ്പോയിൽ പോലും നടപ്പായില്ല എന്നാണ്. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് പോലും ഇതുവരെ നടന്നിട്ടില്ല. ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് സർവീസ് നടത്തവേ KSRTC കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചെന്നും പരാതി. കൊട്ടാരക്കര ഡിപ്പോയിലും ബസ്സുകൾ തടഞ്ഞു. ലിജോ റോളൻ അവരെ മോട്ടടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാള് നമ്മളെ സ്റ്റാഫ് ആണോ അല്ലയോ ഒന്നും അറിയത്തില്ല. വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാൾ. തല്ലിയതെന്ന് പറഞ്ഞാൽ അവരിന്ന് പണിമുടക്കാൻ്റെ സർവീസ് നടത്താൻ പറഞ്ഞാൽ തല്ലിയത്. ഇവിടെ വെച്ചാണ് തടഞ്ഞു നിർത്തിയവർ. അവരിന്ന് എന്ത് പറയുന്നത് പണിമുടക്കായിട്ട് സർവീസ് നടത്താൻ ആണ് അവർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, സർവീസ് ഉണ്ടാകുമെന്ന ഗതാഗത മന്ത്രിയുടെ വാക്കുകേട്ട് പത്തനാപുരം ഡിപ്പോയിലൊക്കെ ജീവനക്കാരും യാത്രക്കാരും ഒക്കെ എത്തിയിരുന്നു. മറ്റ് ഡിപ്പോകളിലും എന്താണ് സ്ഥിതി? ദിവ്യ, കൊല്ലം ജില്ലയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർവീസുകളും ഇതുവരെ KSRTCക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു KSRTC ബസ്സുകളെല്ലാം കൃത്യമായി തന്നെ ഓടും. പക്ഷെ സ്വന്തം മണ്ഡലത്തിൽ, അതായത് പത്തനാപുരം KSRTC ഡിപ്പോയിലും ജീവനക്കാരൊക്കെ എത്തിയിരുന്നെങ്കിൽ പോലും സർവീസ് ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പ്രതിഷേധക്കാർ വലിയ ശക്തമായുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് വരുന്നുണ്ടെങ്കിലും ഈ പ്രതിഷേധക്കാരെ ഭയന്ന് പല ജീവനക്കാരും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ കൊല്ലത്താണ് പ്രധാനമായ ഒരു പ്രശ്നം നടന്നത്. കരുനാപ്പള്ളി ഡിപ്പോയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റതായി ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കണ്ടക്ടർ ശ്രീകാന്തിനാണ്. അതായത് ഈ സമരാനുകൂലികൾ വാഹനം തടഞ്ഞു നിർത്തുകയും തുടർന്ന് ഈ വാഹനത്തിൽ KSRTC ബസ്സിനുള്ളിലേക്ക് കയറി മുഖത്തടിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ശ്രീകാന്ത് ഉയർത്തുന്നത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ശ്രീകാന്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വാഹനത്തിനുള്ളിൽ കയറി സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധക്കാർ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് വരുന്നത്. കൊല്ലം ജില്ലയിൽ, അത് കൊട്ടാരക്കരയിലായിക്കോട്ടെ, കൊല്ലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ദീർഘദൂര സർവീസുകൾ ഒരുപക്ഷെ ബാധിക്കില്ല എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും മൂന്നാറിലേക്കും ഒപ്പം തന്നെ കൊച്ചി അമൃത ആശുപത്രിയിലേക്കും ഒക്കെ സർവീസ് നടത്തേണ്ടുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ റിസർവ് ചെയ്ത യാത്രക്കാരുണ്ട്. അവരുൾപ്പെടെ വാഹനത്തിൽ ബസ്സിനുള്ളിൽ കയറിയെങ്കിലും അവരെയൊക്കെ തുടർന്ന് സമരാനുകൂലികൾ എത്തി ഇറക്കി വിടുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്ന മിന്നൽ ബസ് കൊല്ലം സ്റ്റാൻഡിൽ കയറാതെ പുറത്ത് നിർത്തി കൊറിയറും മറ്റ് സാധനങ്ങളൊക്കെ നൽകിയതിനു ശേഷം ഡിപ്പോയ്ക്കുള്ളിൽ കയറാതെ തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിലവിൽ KSRTC ബസ്സുകളുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു സർവീസ് പോലും ഇതുവരെ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുമില്ല. ദിവ്യ, എന്തായാലും സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞുവെങ്കിലും കൊല്ലത്ത് ഒരു ഡിപ്പോയിൽ നിന്നും KSRTC സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് രാവിലെ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ആ സ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം.